നിങ്ങൾ ഈ വീഡിയോയിൽ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവക്ക് ഒരു കൂസലും ഇല്ല. ആ വാർത്ത അറിഞ്ഞിട്ടും ഇവള് കാരണം, ഇവളിട്ട ആ റീല് കാരണമാണ് ആ മനുഷ്യൻ മരിച്ചത് എന്നുള്ളൊരു വാർത്ത അറിഞ്ഞിട്ടും അവക്കൊരു കൂസലും ഇല്ല. ഇതടി നേരത്തെ പറഞ്ഞ എമ്പതി എന്ന് പറയുന്ന സാധനം നീ ഇവിടെ ഉണ്ടെങ്കിൽ നീന്റെ സംസാരം ഇങ്ങനെ ആയിരിക്കത്തില്ല. ഒരു റീലിട്ടൊരു മനുഷ്യനെ കൊല്ലാൻ പറ്റുമോ? എന്നാൽ പറ്റും. ഷിംജിത എന്ന് പറയുന്ന ഈ അലവലാതി, ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. എൻ്റെ പൊന്നു മക്കളെ, പിള്ളേരെല്ലാം കാണുന്നുണ്ട്, അങ്ങോട്ട് പിടിച്ച് മാറ്റിയിരുത്തിക്കോ. ഞാൻ എന്തൊക്കെയാ പറയാൻ പോകുന്നത് എനിക്ക് പോലും അറിയത്തില്ല. സോ എൻ്റെ വായിന്ന് വല്ലതും വീണു പോകും. ഞാൻ ആദ്യമേ അങ്ങ് മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. സീരിയസ്ലി ഇവളെ പറയാതിരിക്കാൻ വയ്യ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള തന്തയില്ലാത്ത പരിപാടിയാണ് ഇവളിപ്പോൾ ഈ കാണിച്ചു വെച്ചേക്കുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ, ബസ്സിനകത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കുക, അവൻ തട്ടി, ഇവൻ തട്ടി, അവിടെ തട്ടി, ഇവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് നാൾക്ക് മുമ്പ് അപ്സാക്കെ റെജി എന്ന് പറയുന്ന ഒരുത്തി വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഏറിപ്പോയി, അവക്കെതിരെ മെൻസ് കമ്മീഷൻ കേസ് കൊടുത്തു. അവൾ കുറെ എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നു. അന്നേ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെ എടുത്ത് വലിച്ചേറി കളഞ്ഞതാണ്. ഇമ്മാതിരി തോന്നിവാസം കാണിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരരുത്, പബ്ലിക്കിലോട്ട് ഇങ്ങനെ നിരപരാധികളായിട്ടുള്ള ആളുകളെ ഇട്ട് കൊടുക്കരുത്, റീച്ചിന് വേണ്ടിയിട്ട് ഇമ്മാതിരി തന്തയില്ലായ്മ കാണിക്കരുത് എന്ന് അവക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ വേറൊരു കടയാടി മോള്, അവൾ ഇപ്പൊ വന്നേക്കാന്ന്, ഇന്നലെ 2 ദിവസം മുമ്പ് അവള് വേറൊരു വീഡിയോ ഇട്ടു. അവള് ബസ്സിനകത്തിരുന്ന് വ്ലോഗ് ചെയ്യുന്ന പോലാണ്, എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് തട്ടിക്കോ തട്ടിക്കോ എന്ന് പറഞ്ഞിട്ട്. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തു, സാധനം വൈറലായി. അയാൾ കണ്ട് ഇന്ന് രാവിലെ മരിച്ച്. ആ വീഡിയോയ്ക്കകത്ത് അവള് ബ്ലർ പോലും ചെയ്തിട്ടില്ല ഫേസ്. ആ മനുഷ്യൻ ഇന്ന് മരിച്ച്, ന്യൂസ് വന്നു. കോഴിക്കോട് സ്വദേശി ദീപക്. ആ വീഡിയോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാവുന്ന പോലുമില്ല അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അറിയാതാണോ തട്ടിയത്, അറിഞ്ഞുകൊണ്ടാണോ തട്ടിയത്, സംശയമാണ്. അതിനകത്തൊരു ക്ലാരിറ്റി പോലും ഇല്ല. ഇവള് വന്നിട്ട് പറയുന്നു അറിഞ്ഞോണ്ടാ ചെയ്യുന്നത്. ആ വീഡിയോ കാണുന്ന ഒരു മനുഷ്യനും അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ആ വീഡിയോ ആദ്യം വെക്കാം, എന്നിട്ട് നിങ്ങൾ സംസാരിക്കും. അങ്ങേര് 2 കിലോമീറ്റർ അപ്പുറത്ത് മാറിയിരിക്കുക. ആ ബസ്സിനകത്ത് ആ രീതിയിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. അവള് വ്ലോഗ് ചെയ്യുക, വീഡിയോ ബസ്സിനകത്ത് വ്ലോഗ് ചെയ്യുക, ഇങ്ങനെ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത്, മറ്റേ അപ്സാക്കെ റെജിയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ അപരാധി മക്കളുമാരുണ്ട്, അവളുമാർക്ക് തട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു കൊടുക്കും. എന്നാ എൻ്റെ ഇവിടെ തട്ടിക്കോ എന്നും പറഞ്ഞിട്ട് നിന്നു കൊടുക്കും. എന്നിട്ട് ഇങ്ങോട്ട് വന്ന് തട്ടിയില്ല, അങ്ങോട്ട് പോയി തട്ടും. എന്നിട്ട് തട്ടുന്ന കണ്ടാലല്ലേ ഇവളുമാർക്ക് റീച്ച് ഉണ്ടാകത്തുള്ളൂ. ആ പരിപാടിയാണ് ഇവൾ കാണിച്ചിരിക്കുന്നത്. ഇവളൊരു പഞ്ചായത്ത് മെമ്പറാണ്, 5 കൊല്ലം പഞ്ചായത്ത് ഭരിച്ച വ്യക്തിയാണ്, ഒരു പൊതുപ്രവർത്തകയാന്ന് പറയുന്നു. എന്നിട്ടാണ് ഇവൾ ഈ മാതിരി തോന്നിവാസം കാണിക്കുന്നത്. ഇതാണ് ആ വീഡിയോ. ഇവള് മനഃപൂർവ്വം അങ്ങോട്ട് പോയി തട്ടുന്നതിന്റെ കൂട്ടാണ് എനിക്ക് ആ വീഡിയോ ഉണ്ടോ മനസ്സിലായത്. ഇവക്ക് അവിടുന്ന് മാറി നിൽക്കായിരുന്നല്ലോ. അയാള് ഇറങ്ങാൻ വേണ്ടി നിൽക്കാണ്. ഇവളന്നേരം കീഴ് കയറി പോയിരിക്കുകയാണ്, എന്നാ തട്ടിക്കോ എന്ന് പറഞ്ഞിട്ട്. അവിടെ മറ്റെടുത്ത് തട്ടിയാലല്ലേ അത് റീച്ച് ആവത്തുള്ളൂ. ഇതാണ് അവിടെ അക്കൗണ്ട്, ഷിംജിത എന്നാണ് പേര്. ഈ വീഡിയോ നല്ല രീതിയിൽ വൈറലായി. ഒരുപാട് പേജുകൾ റീപോസ്റ്റ് ചെയ്തു, ഒരുപാട് റിയാക്ഷൻ വീഡിയോസുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി. കുറെ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വന്നത്. എന്നിട്ട് ഈ മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇത് വൈറലായ സമയത്ത് ഇവൾ ഏറി കയറി ഇവക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്ന സമയത്ത് ഇവൾ ഈ പർട്ടിക്കുലർ വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവള് വേറൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നു. ഒരു 2.25 മിനിറ്റ് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ. ആ എക്സ്പ്ലനേഷൻ വീഡിയോ അത് പറയുന്നത് കേൾക്ക്. ഇത് കഴിഞ്ഞിട്ട് ഇവള് ഇപ്പൊ ഏഷ്യാനെറ്റിനെ വിളിച്ച് ഒരു വോയിസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇയാൾ മരിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും ഇവക്ക് ഒന്നുമില്ല, ഒരു തരത്തിലുള്ള ഒരു കരുണ പോലും ഇല്ല. ആ വോയിസ് ഞാൻ കേൾപ്പിക്കാം. നിങ്ങൾ ആദ്യം ഈ വീഡിയോ കാണാം, ഇവിടെ എക്സ്പ്ലനേഷൻ കേൾക്കാദ്യം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിന്റെ വിശദീകരണമാണ്. അതിനേക്കാളും വലിയ ഗുരുതര അടി, ഒരുത്തം മരിച്ചു കിടക്കുകയാണ്, അതിന്റെ വിശദീകരണം നീ ഒന്നും ചെയ്യുന്നില്ലേ? ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡന്റ്. നീയാണ് സത്യത്തിൽ അങ്ങോട്ട് പോയിട്ട് അവന്റെ കൈ തട്ടിയത്. അയാളാണ് നിനക്കെതിരെ കേസ് കൊടുക്കേണ്ടത്. പണ്ടില്ല സലീം കുമാറിന്റെ സിനിമയ്ക്കകത്ത് പറയാൻ വിട്ടു, മുള്ളു വന്ന് ഇല വീണാലും വില വന്ന് മുള്ളി വീണാലും മുള്ളിനാണ് ഇപ്പൊ കേട്, മൊനയൊടിഞ്ഞു പോകും. ആ അവസ്ഥയാണ്. ഇവളാണ് എന്ന് അങ്ങോട്ട് എന്ന് തട്ടെന്നും പറഞ്ഞ് നിൽക്കുന്നത്. അതൊരു ആക്സിഡന്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. സെക്ഷൽ ബൗണ്ടറി വയലേഷൻ, അതൊരു ബൗണ്ടറി എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിനി ബസ്സിനകത്ത് ഫുട്ബോൾ കളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി തരാം. ഗണേഷ് കുമാറിന് ഒരു കത്തെഴുത്, ഞാൻ പോകുന്ന ബസ്സിനകത്ത് ആണുങ്ങളെ കയറ്റാൻ പാടില്ല, എന്റെ ചുറ്റും 1 മീറ്റർ ചുറ്റളവിൽ എനിക്ക് ആൾ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സെക്ഷൽ ബൗണ്ടറി വയലേഷനാണ്. അങ്ങോട്ട് ചെന്ന് കയറിയിട്ട് അവള് കൊണാരടിക്കുന്നുണ്ടില്ലേ? അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല.
ഇതിനൊക്കെ അപ്പുറത്ത് ഈ പറയുന്ന 80 നിനക്കുണ്ടോ? ഈ പറയുന്ന 80 നിനക്കൊരു തരി പോലും ഇല്ല. നിന്റെ ഇന്നത്തെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും നിനക്ക് ആ 80 എന്ന് പറയുന്ന പോയിട്ട് 80 എന്താന്ന് പോലും അറിയത്തില്ല. ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാലേ അതുകൊണ്ടാണ് അങ്ങനെ മരിച്ചത്. ആരും ഒന്നും ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ സ്വയം അങ്ങ് ജീവൻ ഒടുക്കി. നിന്നെ പോലുള്ള ഇതുപോലുള്ള കുറെ അപരാധി മക്കൾ ഇറങ്ങിയാൽ മതി. ഇവിടെ പിന്നെ ആണുങ്ങൾക്കോ ഇല്ല പൊതുസമൂഹത്തിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ എങ്ങനെ ഈ പഞ്ചായത്ത് മെമ്പർ ആയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. 5 കൊല്ലം അവിടെ പഞ്ചായത്ത് ഭരിച്ചു മുടിച്ചു കാണും. ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെ ആയാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കണ്ടോ വേറെ ബസ്സിൽ കയറിയിട്ട് ഇപ്പൊ ഈ സവാദ ചെയ്യുന്നതിന്റെ കൂട്ട് ബസ്സിൽ കയറിയിട്ട് പെണ്ണുങ്ങളെ തോണ്ടുന്നത് നീ കണ്ടോ? അല്ലെങ്കിൽ അങ്ങേ ഒരു പർപ്പസ്ഫുള്ളി ഒരു തോണ്ടുന്ന വീഡിയോ നീ കാണിക്കും. ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കൈ വന്ന് തട്ടുന്നതാണോ അതോ അങ്ങോട്ട് പോയി തട്ടുന്നതാണോ അങ്ങനെ ചെയ്ത പരിപാടി? അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു മെയിൽ അല്ലെ ഈ ബിഹേവിയർ ഒക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നീ ആരാ ബിഹേവിയർ അനലിസ്റ്റ് വല്ലതും ആണോ? ഒരാളുടെ ബിഹേവിയർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓ ഇവൻ പെണ്ണുപിടിയനാണ്, ഇവൻ കോഴിയാണ്, ഇവൻ മറ്റടുത്ത് പിടിക്കാൻ മതി വരുന്നവനാണ്. നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവളെ എന്തോ ChatGPT എടുക്കകത്ത് സാമാനം അടിച്ചിട്ട് വന്നിട്ട് കൊണക്കുവാണ് ഇവള്. ഈ പറയുന്നില്ല. ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താ? ഇടി അങ്ങനെയുള്ള ഒരുത്തൻ ഇന്ന് തൂങ്ങിച്ചാകൂടി. നിയമത്തെ വെല്ലുവിളിച്ച് നിന്റെ ശരീരത്തിൽ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ എഗെയിൻ ആൻഡ് എഗെയിൻ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദം കൂടിയിട്ട് ഇന്നൊരുത്തൻ മരിക്കുമോ? അങ്ങനെ ഒരുത്തൻ സ്വന്തം മാനാഭിമാനത്തിന് വിലയുള്ള ഒരുത്തനാണെങ്കിൽ അങ്ങനെ നിൽക്കുമോ? അവന്റെ ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യാൻ വേണ്ടി നിന്റെ വീഡിയോയ്ക്ക് മുമ്പിൽ വന്ന് ഇങ്ങനെ ചെയ്ത് കാണിക്കുമോ? നീ എവിടുത്തെ ബിഹേവിയർ അനാലിസിസ് ആണ് പറയുന്നത്? എങ്ങാണ്ട് സാമാനം അടിച്ചു നോക്കിയിട്ട് വന്നിട്ട് അവർ ഡയലോഗ് അടിക്കുകയാണ്. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ എത്തിയല്ലോ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. പറഞ്ഞ മാക്സിമം ആളുകളിലോട്ട് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. സൊസൈറ്റിയാണ് ഇവിടുത്തെ നിയമങ്ങൾ തീരുമാനിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നു നീ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. ഇന്ന് വിളിച്ചവൻ പറഞ്ഞത് പോലീസ് സ്റ്റേഷനെ അറിയാവുന്ന ആരുണ്ടായിരുന്നു അയാളെ വിളിച്ച് പറഞ്ഞു. വിളിച്ച് പറഞ്ഞാൽ മതി അവിടെ കംപ്ലൈന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കംപ്ലൈന്റ് ഒന്നും പോയിട്ടൊന്നുമില്ല. വിളിച്ച് പറഞ്ഞാൽ കംപ്ലൈന്റ് എടുക്കാൻ നീ ആരാ? ഏത് കോമലായിരുന്നവന്റെ? ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഉണ്ട് കണ്ട് കുടുംബക്കാരും കൂട്ടുകാരും എല്ലാവരും കണ്ട് ആ വീട്ടിലോട്ട് ചെന്നാൽ മതി. ഒരച്ഛനും അമ്മയുണ്ട്. തന്റെ മോൻ മരിച്ചു കിടക്കുന്ന കണ്ടിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അച്ഛനും അമ്മയുണ്ട്. അവർക്ക് ഇനി വേറെ ആരും ഇല്ല. അവരിനി എങ്ങനെ ജീവിക്കും? നീ കൊണ്ട് കൊടുക്കുവോ? ഇഷ്ടകാലം ചെലവിന് കൊടുക്കുവോ അവർക്ക്? പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഭയങ്കര തിയറിയാ നിന്നെയൊക്കെ എന്തുവാ പറയണ്ടേ? സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെ ഇവിടെ ആരാണ് ഈ നോർമലൈസ് ചെയ്തത്? ഇതുപോലെ എത്ര ഞരമ്പന്മാർക്കെതിരെ ഇവിടെ ആളുകൾ പ്രതികരിച്ച് വന്നിട്ടുണ്ട്. ഇവിടുത്തെ എത്ര ക്രിയേറ്റേഴ്സ് ഇങ്ങനെയുള്ള നാറികളെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, മുഖം അടക്കം എടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കഴപ്പന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇനി നാളെയും ഉണ്ടാവും. എല്ലാ ആണുങ്ങളും ഒന്നും പുണ്യാളന്മാരാണെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷെ നമ്മളൊരു സാധനം പബ്ലിക്കിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് കാണുന്നവന് മനസ്സിലാവണം. ഒരു 90% ആൾക്കെങ്കിലും മനസ്സിലാവണം ഇവൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. നീ തന്നിരിക്കുന്ന വീഡിയോയ്ക്ക് അത് നീ തന്നെ അതിന്റെ അടി ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ആ ഒരു വീഡിയോയ്ക്ക് അത് ക്യാപ്ഷൻ ഇട്ടേക്കുന്നത്. നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം. ഇന്നലെ ഇവർക്ക് അഭിപ്രായം ഇല്ലേ എനിക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരാളെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായം പറ. ആണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും ഈ സൈക്കോളജിക്കൽ ഇഷ്യൂ എന്ന് ഉദ്ദേശം നീ എന്താണ്? പ്രാന്തെന്നാണോ? ഈ പ്രാന്തായിട്ടുള്ള ഒരുത്തനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇട്ട് കാണിക്കുമ്പം അവനത് തിരുത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സഹാദൊക്കെ എന്ത് നന്നായനെ? ഇപ്പൊ എത്ര എണ്ണമായി അവന്റെ പേരിൽ? അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ
ഇയാളെക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. അതേടി, അതെ, നിന്നെ പോലുള്ള പുഴുക്കുത്തുകളെ കാണുമ്പം നമ്മൾ തുറന്നു പറയും. അന്നേരം നമുക്ക് തന്നെയാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. ഒരാളെ കൊന്നിട്ട് വന്നിരുന്ന് കൊണയ്ക്കുന്നുണ്ടോ? ഈ കൊണപ്പ് കാണുമ്പോൾ നമ്മൾ സാധാരണക്കാർ പറഞ്ഞു പോകും. അത് ആ പറയുന്ന ഞങ്ങൾക്ക് കൗൺസിലിംഗിനാണ് ആവശ്യമെങ്കിൽ ആ കൗൺസിലിങ്ങിന് പോകാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് മരിച്ച ദീപക്, കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയാണ്. ഈ മരിച്ച ദീപകിന്റെ വീട്ടിൽ അച്ഛനത് മാത്രമേ ഉള്ളൂ. ഇന്ന് രാവിലെ അവര് ദീപകിന്റെ മുറി തട്ടിയ സമയത്ത് മുറി തുറക്കുന്നില്ല, എത്ര തട്ടിയിട്ടും തുറക്കുന്നില്ല. അങ്ങനെ നാട്ടുകാരെ അറിഞ്ഞു, ആള് കൂടി നാട്ടുകാരെല്ലാം കുത്തി തുറന്ന് അകത്ത് കയറിയ സമയത്താണ് തൂങ്ങിനിൽക്കുന്നത് കാണുന്നത്. ഈ മരിച്ച ദീപക് ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ സെയിൽസ് മാനേജറാണ്. ഇദ്ദേഹം ഈ സെയിൽസിന്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അങ്ങനെയാണ് ഈ കണ്ണൂരിലോട്ട് പോകുന്നത്. ആ കണ്ണൂരിലോട്ട് പോകുന്ന സമയത്താണ് ബസ്സിൽ വെച്ചിട്ട് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇവിടുത്തെ ചിത്രീകരിക്കുകയും റീലാക്കിയും അത് വൈറലാകുകയും ചെയ്തത്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ ഒരു വീഡിയോ വൈറലായതാണ് പുള്ളി കാണുന്നത്. പുള്ളി റിലേറ്റീവ്സിന്റെ അടുത്തും ഫ്രണ്ട്സിന്റെ അടുത്തും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. പുള്ളി ഭയങ്കര വിഷമത്തിലായിരുന്നു പറയുന്നുണ്ട്. ഈ മരിക്കുന്നതിന്റെ തലേ ദിവസവും ഇതിനെപ്പറ്റി കൂട്ടുകാരെടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഭയങ്കര വിഷമത്തോടെ. അതിനുശേഷമാണ് ഈ ഒരു കടുങ്കൈ ദീപക് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ മനുഷ്യന്റെ പേരിൽ ഇന്നേ ഒരു കേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പറയുന്നത് അവൻ ഇതുവരെ ഇങ്ങനെയുള്ള കേസുകളിലൊന്നും പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു കേസിലും ഇടപെടാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തിന്റെ വ്യാപാര സ്ഥാപനത്തിൽ നിൽക്കുന്ന ആളുകളും ഈ ഒരു കാര്യം തന്നെയാണ് പറയുന്നതെന്നാണ് ന്യൂസിനകത്ത് പറയുന്നത്. കാര്യം പുള്ളി ഒരു സൈലന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, വേറെ അഴിമതി കേസിനകത്തോ അല്ലെങ്കിൽ പോലീസ് കേസിനകത്തോ ഒന്നും പെടാതെ ശാന്തമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാളെയാണ് ഈ പറയുന്നവള് വീഡിയോ ഇട്ട് കൊലക്കി കൊടുത്തത്. എന്താണെങ്കിലും ദീപകിന്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഇദ്ദേഹത്തെ പറ്റി പറയുന്ന കാര്യങ്ങളോടെ ഞാൻ വെക്കാം. ഒരു സംഗതികളിലേക്കും വരാത്ത കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ അപദേശമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ആ കുട്ടി അത് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരാണ്. അത് അവരെ വിജയിച്ചും ചെയ്ത ആ കാര്യത്തിൽ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് ഇടയ്ക്കുള്ളവർക്ക് നഷ്ടപ്പെട്ട് അവനെ ഞാൻ അറിയണ കാലം മുതലേ അവനൊരു ഇതിലും ഇല്ല. ഞാൻ അവനെ അത്ര ഞങ്ങളൊരു വേണ്ടത്തരത്തിൽ പോലും പോകില്ല. അവനെ ഞങ്ങളെ സുഹൃത്തുക്കൾക്കായാലും ആർക്കായാലും അറിയാം. കേക്ക് കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ആരുടെ ഇടയിലാണെങ്കിലും പുള്ളിക്ക് യാതൊരു തരത്തിലുള്ള ഒരു ബാഡ് ഹിസ്റ്ററി ഇല്ല. അങ്ങനെ ഒരു മനുഷ്യനാണ്. എന്താണെങ്കിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് പരാതികളൊന്നും തന്നെ ഇതുവരെ പോലീസിൽ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് പരാതി ഉടനെ ലഭിച്ചോളും അവിടെ പേരിൽ. ഇതെങ്ങനെയാണ് ഒരു അസ്വാഭാവിക മരണമാവുന്നത്? ഇത് മനഃപൂർവ്വം ആ മനുഷ്യന്റെ മനസ്സിനെ വേദനിപ്പിച്ച് അങ്ങനെ വേറൊരു രീതിയിലോട്ട് അങ്ങനെയുള്ള മെന്റാലിറ്റി കൊണ്ടുപോയിട്ട് അങ്ങനെ കൊണ്ട് ഇവള് ചെയ്യിപ്പിച്ചതാണ്. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ നിയമം. മാനസികമായി പീഡിപ്പിക്കുക എന്ന് പറയുന്നൊരു സാധനമില്ലേ? അത് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, ആണുങ്ങൾക്കില്ലേ? സോഷ്യൽ മീഡിയയിൽ ഇത്രയും വൈറലായ ഇത്രയും ചർച്ചയായ ആ റീല് എത്ര ലക്ഷങ്ങൾ എത്ര കോടിക്കണക്കിന് ആളുകളായിരിക്കും പല പേജുകളിലായിട്ട് ആ ഒരു വീഡിയോ കണ്ടത്. ആർക്കാണെങ്കിലും പൊട്ടും. നമ്മൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങൾ ഒരാൾ വന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ചിലപ്പോൾ സഹിക്കാൻ പറ്റുന്ന പറ്റില്ല. എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ അല്ല. ഇവിടെ വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഇയാൾ വലിയ തൻ്റെ ഇടമായിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പിന്നെയും വീഡിയോ എടുത്തു, പിന്നെയും വന്നിട്ട് തട്ടി, അതുകൊണ്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തതെന്ന്. ഇനി ഈ പെണ്ണ് ഏഷ്യാനെറ്റ് ന്യൂസിന് അത് വിളിച്ചിട്ട് ഇവള് പറയുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ഈ മരണശേഷമാണ് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്തും ഇവിടെ വോയിസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു. അത് നല്ല രസമായിരുന്നു ബസ്. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത്. നോട്ട് ദ പോയിന്റ്. അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും അവിടെ ബിഹേവിയർ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് അവിടെ മുഖം കണ്ടപ്പോഴത്തേക്ക് ഇവൾക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. നീ ആരുവാ മുഖം നോക്കി ലക്ഷണം പറയുന്നുള്ളൂ ആണോ? മുഖം കാണുമ്പോഴത്തേക്ക് ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുവരുത്താൻ നിർത്തിയാൽ മതി. ഇവള് കണ്ട് പറയും ഇവൻ ഏത് ടൈപ്പാണ്, ഏത് തരക്കാരാണ്. ഇവൾ ആ ഒരു ടൈപ്പാന്ന് തോന്നുന്നു. എന്നാ പിന്നെ നാളെ തൊട്ട് പോലീസിന് നായ്ക്ക് വരെ നീ പോവോ? കുറ്റവാളിയെ കൊണ്ട് ഫ്രണ്ട് കൃത്യാൽ മതിയല്ലോ. മുഖം നോക്കിയുള്ള ലക്ഷണം പറയും ഇവൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അയാൾ അങ്ങനെ ഒത്തി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. നമുക്ക് മനസ്സിലാവും കാണുമ്പോൾ തന്നെ. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ വീഡിയോ ഫോണിൽ വീഡിയോ എന്താ നീ ചോദിക്കാൻ? ഒട്ടിയിരിക്കുന്ന കണ്ടപ്പോൾ നീ എന്താ ചോദിക്കാൻ? നീ ഒരു പൊതുപ്രവർത്തകയല്ലേ? അപ്പം അതാണ് ഒട്ടി അവൾ നിന്ന് ആ പെണ്ണ് ഡിസ്കംഫർട്ട് ആയിട്ട് അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. എനിക്ക് സോഷ്യൽ മീഡിയയിൽ എനിക്കൊന്നും ഞെളിയണം, എനിക്ക് വീഡിയോ ഇടണം. ഇതാണ് അന്നേരം ഇവിടെ സാമൂഹിക പ്രതിബദ്ധതയൊന്നും അല്ല നിങ്ങളിവിടെ കാണേണ്ടത്. ഇവക്ക് അന്നേരം ആ വീഡിയോ എടുക്കണം. അതാണ് അവിടെ സാമൂഹിക പ്രതിബദ്ധത. ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു. അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു. അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു, അത് കണ്ടു. ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ. നീ ആ പോസ്റ്റ് ചെയ്ത വീഡിയോക്കകത്ത് എവിടെയാടി അയാൾ നോക്കുന്നത് കാണുന്നത്? എവിടാണ് കാണുന്നത്? ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല, പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു. അയാൾ കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ്, ഒന്നും ചെയ്തില്ല, അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കൊക്കെ കഴിഞ്ഞു. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു. കാരണം അയാൾ തൊട്ടി ഉറുമ്പി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ പറയുന്നുണ്ട് തിരക്കൊക്കെ ഒഴിഞ്ഞു. ആ സമയത്ത് ഇവള് വീഡിയോ ഓൺ ചെയ്തത്. ആ തിരക്ക് ഒഴിഞ്ഞ സമയത്താണോ നീ അന്നേരം അവിടെ കീഴിൽ പോയിരുന്നിട്ട് വീഡിയോ ഓൺ ചെയ്തിട്ട് തട്ടിച്ചിട്ട് വീഡിയോ എടുത്തത്? തിരക്കില്ലാത്ത സമയത്ത്. ആ വീഡിയോക്ക് അത് ക്ലിയർ ആണ്. ഇവക്ക് പുറത്തോട്ട് മാറി നിൽക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ, എന്നിട്ടും അത് ചെയ്യുന്നില്ല. തട്ടണം, മനസ്സിലായോ? ആ പ്രത്യേക ആ ഒരു സ്ഥലത്ത് തട്ടിയാലല്ലേ വീഡിയോ വൈറലാകത്തുള്ളൂ. അൽഗോരിതം എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടതെന്ന് ഈ ഇവക്ക് അറിയാം.
അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു. ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിൽ ഞാനാ ഉണ്ടായിരുന്നത്. അപ്പം നേരെ എന്റെ മേലിലേക്ക് അയാളെ കൈ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. നമ്മളിത് കണ്ടതാണ്. അത് ആരാണ്, എവിടാണ്, എങ്ങനെയാണ് ടച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇനി കൂടുതൽ വിവരിക്കണ്ട. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാളത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിൽ ഇവള് പറയുന്ന കാര്യത്തിൽ ഇവക്ക് പോലും വ്യക്തതയില്ല. ഓടി സ്പീഡിൽ നടന്നു. മറ്റേ കൊച്ചിന്റെ മുഖം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ് എന്ന്. ഇവള് മൊത്തം അസംഷൻസ് വെച്ചിട്ടുള്ള കളികളാണ്. വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അയാള് പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു. പിന്നെ ഞാൻ അയാളെ പുറകെ ഒന്നും പോയില്ല. രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്ട്. കണ്ടോ, നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ജനങ്ങൾ പറഞ്ഞല്ലോ. അപ്പോഴത്തേക്ക് ഇവള് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഓടി. ജനങ്ങൾ എന്ത് പറഞ്ഞ് നിനക്ക് പിടിയിട്ടില്ലേ? ഇനി ബസ്സിൽ കയറുന്ന ആണുങ്ങളും വല്ല മുള്ളും വെച്ചുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോയി തട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് തട്ടുന്ന കാലമാണ്. വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ വന്നു. അതായത് നിങ്ങൾ ആ വീഡിയോ ബോധപൂർവ്വം ചിത്രീകരിച്ചതാണ്, ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു. ആ ബസ് ജീവനക്കാരെ അറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെ? ഞാനത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട്, അവരെ വിളിച്ചു. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനാ, ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ. കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും. അതാണ് ഇവക്കത് കേസാക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്റൻഷൻ ഒന്നുമില്ല. പോലീസിന്റെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നത് ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാനത് പോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് അവൾ പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് അവളത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ, ഒരു റീലാക്കാൻ വേണ്ടി തന്നെയാണ് അവളത് വീഡിയോ എടുത്തത് എന്നുള്ളതാണ്. കിട്ടോ നോക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അടി ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു, അതിനൊരു മറുപടി പറയുന്നത് പോലെ. അല്ലാതെ എല്ലാവരുടെയും എതിരെ പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. നിങ്ങളൊരു 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവം ഇവളൊക്കെ എങ്ങനെ ജയിച്ചോ ആവോ? 5 കൊല്ലം പഞ്ചായത്ത് മെമ്പറായിരുന്നു, പൊതുപ്രവർത്തകയാണ്, ഒന്ന് വൈറലാവാൻ നോക്കിയതാ. സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അപ്പൊ ഇതൊരു കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് ആ തൊട്ടു മുന്നിലുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും അത് കൃത്യമായി. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് അല്ല ഇവള് പറയുന്ന കേട്ടാ, അവക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലായിട്ട് പോലും അയാൾ പിന്നെയും ടച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു തിരിച്ചൊരു ചോദ്യം നിന്റെ അടുത്ത് ചോദിക്കാം. അയാൾ നിന്നെ തൊട്ട സമയത്ത്, അയാൾ നിന്നെ ടച്ച് ചെയ്ത സമയത്ത് നീ അവിടുന്ന് മാറാതെ അല്ലെങ്കിൽ ബാക്കിലോട്ടൊന്നും പോവാതെ ഇങ്ങനെ തട്ടി മാക്സിമം തട്ടി നിൽക്കുകയാണ്. ഇപ്പൊ നീ പറഞ്ഞ പോലെ അയാൾ ആ ഒരു ഇന്റൻഷനോട് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ അയാളുടെ മൈൻഡിൽ എന്തായിരിക്കും പോകുന്നത്? ഓക്കെ, അവള് തൽപരകക്ഷിയാണ്, അവള് മാറുന്നൊന്നുമില്ല, അവള് മാക്സിമം സഹകരിച്ച് തരുന്നുണ്ട്, അവളും സുഖം പിടിക്കുന്നുണ്ട് എന്നല്ലേ വിചാരിക്കത്തുള്ളൂ. അപ്പൊ ഇതിനകത്ത് നീ ഏത് തരക്കാരിയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിനേക്കാളും നല്ലത് മറ്റേ പണിക്ക് പോകുന്നതാ. സീരിയസ്ലി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാള് എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരം. അപ്പൊ നിനക്ക് ഉറപ്പൊന്നുമില്ല, ഇവക്ക് ഉറപ്പൊന്നുമില്ല, മനസ്സിലായോ? അതുകൊണ്ടാണ് ജനങ്ങളെടുത്ത് ചോദിച്ചത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന്. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ ഈ വീഡിയോയിൽ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കിയെന്നുള്ള വിവരമാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ അവക്ക്. അയ്യോ അത് സാഡ് ന്യൂസ് ആയിപ്പോയി, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ ഇത് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നീ റീൽ ഉണ്ടാക്കുമായിരുന്നല്ലോ. ഇവക്ക് ഒരു കൂസലും ഇല്ല. ആ വാർത്ത അറിഞ്ഞിട്ടും ഇവളിട്ട ആ റീൽ കാരണമാണ് ആ മനുഷ്യൻ മരിച്ചത് എന്നുള്ളൊരു വാർത്ത അറിഞ്ഞിട്ടും അവക്കൊരു കൂസലും ഇല്ല. ഇതടി നേരത്തെ പറഞ്ഞ എമ്പതി എന്ന് പറയുന്ന സാധനം നീ ഇവിടെ ഉണ്ടെങ്കിൽ നീന്റെ സംസാരം ഇങ്ങനെ ആയിരിക്കത്തില്ല. ഈ ഒരു മൊമെന്റിൽ തന്നെ നീ ഈ പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് ഇതുപോലെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിൽക്കത്തില്ല. ഒരു കരുണ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു എമ്പതിയോ സിമ്പതിയോ എന്തെങ്കിലും ലവടാകുജ്യെങ്കിലും ഉണ്ടെങ്കിൽ. ആണുങ്ങൾക്ക് ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ടിലല്ല ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്, പ്രത്യേകിച്ച് ബസ്സിൽ. ഇതാണ് അവസ്ഥ.
നമ്മൾ പോലും അറിയാതെ നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വരുമ്പോൾ സമയത്ത് ഫോൺ നോക്കും വൈറലാണ്. ഈ രാഹുൽ ഈശ്വർ പറയുന്ന പല കാര്യങ്ങളിലും നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അവൻ ഈ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുന്നതിനകത്ത് കാര്യമുണ്ട്. അങ്ങൊരു കമ്മീഷൻ വരണം. ഈ സമാധിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല, ഇങ്ങനെയുള്ള ജെനുവിൻ കേസ് വരുമ്പോൾ ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെൻസ് കമ്മീഷൻ വരണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇവളുമാരുടെ വീഡിയോ എടുപ്പ് നിർത്തണമെങ്കിൽ ഈ KSRTC ബസ്സിനകത്ത് CCTV കമ്പൽസറി ആക്കണം. എല്ലാ ബസ്സിനകത്തും. KSRTC എന്നല്ല പ്രൈവറ്റ് ബസ്സിനകത്തും ആക്കണമെന്നാണ്. അന്നേരം അറിയാൻ പറ്റും അതിനകത്ത് എന്തുവാ നടന്നത്, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഇതിനൊരു അറുതിയില്ല. ഇതിങ്ങനെ വീഡിയോ ഇവള് വ്ളോഗ് ചെയ്യുന്നതിന്റെ കൂട്ടാണ് ഇവള് മറ്റേ തട്ടാൻ വേണ്ടി നിൽക്കുന്നത്. വ്ളോഗ് ചെയ്യുന്നതിന്റെ കൂട്ട് ഇന്നാ തട്ടെന്നും പറഞ്ഞിട്ട്, ചേട്ടൻ തട്ടില്ല ഞാൻ തട്ടാന്നും പറഞ്ഞിട്ട്. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിനകത്ത് ബാരിക്കേഡ് വെക്കാൻ അല്ലെങ്കിൽ മറ്റേ ഗ്രില്ലടിച്ചിട്ട് അപ്പുറത്ത് ഗേൾസ് ഇപ്പുറത്ത്, ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പ്രാക്ടിക്കലി അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് പോസിബിൾ ആയിരുന്നെങ്കിൽ ആ സംഭവങ്ങളും കൊണ്ടുവരണമായിരുന്നു. അല്ല എന്തെങ്കിലും വള്ളിയെങ്കിലും വലിച്ചിട്ട് ഇതിന്റെ അപ്പുറത്തോട്ട് ആണുങ്ങൾ ഇതിന്റെ ഇപ്പുറത്തോട്ട് പെണ്ണുങ്ങൾ ആ രീതിയിൽ വെക്കണമായിരുന്നു. ഇപ്പൊ സീറ്റിനകത്ത് എഴുതി വെക്കണം, ആണുങ്ങളുടെ സീറ്റിൽ പെണ്ണുങ്ങൾ ഇരിക്കാൻ പാടില്ല, പെണ്ണുങ്ങളുടെ സീറ്റിൽ ആണുങ്ങൾ ഇരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ എഴുതി വെക്കണം. ആണുങ്ങൾക്ക് സീറ്റില്ലല്ലോ നമ്മുടെ ബസ്സിനകത്ത്. ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് സീറ്റുണ്ടോ? ഇല്ലല്ലോ. ലേഡീസിന് സീറ്റുണ്ട്. ആണുങ്ങൾ വേറെ എവിടുന്ന പൊട്ടി മുളച്ച് വന്നതാണ്. ഏലിയൻ പണിതുണ്ടായതാണ് ആണുങ്ങൾ. ആണുങ്ങൾക്ക് സീറ്റൊന്നുമില്ല, ബാക്കി എല്ലാ ആൾക്കാർക്കും സീറ്റുണ്ട്. ഇങ്ങനെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മനുഷ്യരെ ഇട്ട് കൊടുക്കുന്ന ഈ തൊലിഞ്ഞ പരിപാടി ഇവിടെ നിർത്തണം. അല്ലെങ്കിൽ നാളെ ഞാനോ നീയോ നിന്റെ വീട്ടിലിരിക്കുന്ന ആളോ ആയിരിക്കും ഇതിനൊക്കെ ഒരു വിക്ടിമായിട്ട് വരുന്നത്. അതിന്റെ ഒരു കാര്യം കൂടി, ഇതൊരു കൊലക്കുറ്റമായിട്ട് തന്നെ കണക്കാക്കി ഇവക്കെതിരെ കേസ് കൊടുക്കണം. അയാൾ മരിക്കാൻ ഇവളാണ് പ്രേരണ, ഇവിടെ വീഡിയോ ആണ് പ്രേരിപ്പിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം. അല്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാ കാര്യത്തിലും സ്ത്രീകളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള ആളുകളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസിൽ പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ഒരു വ്യക്തിയാണ്. ഓരോ ക്രിയേറ്റേഴ്സും അങ്ങനെ തന്നെയാണ്. സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അവർ മുന്നിൽ വന്ന് സംസാരിക്കാറുണ്ട്. എപ്പോഴും ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും ഒരു സ്ത്രീ ആയിരിക്കത്തില്ല വന്ന് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്, അതൊരാണ് തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു പരിഗണനയോ സപ്പോർട്ടോ നമുക്കിവിടെ കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ പിച്ച് ചെയ്യുന്നതാണ് നോക്കുന്നത്, സത്യാവസ്ഥ മനസ്സിലാക്കുന്നതിന് മുമ്പ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വ്യക്തി ആയിരിക്കണം ഈ മനുഷ്യൻ. നാളെ ഇതുപോലൊരവസ്ഥ വേറൊരാൾക്ക് ഉണ്ടാവാൻ പാടില്ല. എന്നാൽ ഇങ്ങനെയുള്ള നരമ്പന്മാരെ സമൂഹത്തിന് മുന്നിലോട്ട് ഇട്ട് കൊടുക്കുകയും വേണം. അത് കറക്റ്റായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ട്, അല്ലാതെ ഇതുപോലെ ഊഹാപോഹങ്ങൾ വെച്ചിട്ട് ആയിരിക്കരുത്. നിങ്ങൾക്കെതിരെ ഒരു അതിക്രമം നടന്നു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ അല്ല കോടതി, ആദ്യം കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുക്കുക. ഇപ്പൊ ഇവള് പറഞ്ഞല്ലോ ഈ മനുഷ്യന്റെ വീട്ടുകാരെ അറിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവള് ആ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്ന്. വീട്ടുകാർ അറിയണം എന്ന് പറഞ്ഞിട്ട് ഇവളൊരു പൊതുപ്രവർത്തകയാണ്. പോലീസിലും ഒക്കെ അത്യാവശ്യം പിടിപാടുണ്ട്. പോലീസിനെയൊക്കെ വിളിച്ച് പരാതി പറയാൻ വേണ്ടി മാത്രമുള്ള സംഭവമൊക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാളെ അഡ്രസ്സ് കണ്ടുപിടിക്കാൻ എന്ത് വലിയ പാടുള്ള കാര്യമാണോ? അഡ്രസ്സ് കണ്ടുപിടിച്ച് നിനക്ക് അത്രയ്ക്ക് എണ്ണം വരുന്നെങ്കിൽ അയാളുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറയായിരുന്നല്ലോ. ഇയാൾ ഇതുപോലെ തന്റെ മോൻ ഇതുപോലെ എന്നെ ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ, അപ്പോൾ അതല്ല കാര്യം. വീട്ടുകാരെ ബോധ്യപ്പെടുത്തുന്ന മാത്രമല്ല, സമൂഹത്തിൽ ഇട്ട് കൊടുക്കണം, ഇവക്ക് റീച്ച് ഉണ്ടാക്കണം, ഇവള് വൈറലാവണം. ഇവള് സ്വന്തമായിട്ട് ഇവിടെ PR വർക്ക് ചെയ്യുവാണ് ഈ റീൽ വഴി. അപ്പൊ സമൂഹത്തിനെ നന്നാക്കുന്ന ഒന്നുമല്ല നിന്റെ ഈ ഒരു വീഡിയോയുടെ പുറകിലുള്ള ഉദ്ദേശം. അത് റീച്ചും നിന്റെ PR പണിയും തന്നെയാണ്. പൊതുപ്രവർത്തകയാണല്ലോ. അപ്പം പിന്നെ കുറച്ച് ഫേമസ് ആവാൻ ഇതല്ലാതെ വേറൊരു മാർഗം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടില്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ട്രെൻഡിങ് ഐറ്റം. അങ്ങനെ സാധനം ട്രെൻഡിങ്ങിനൊടുവിൽ അയാൾ മരിച്ച്. ഇനിയും ഉണ്ടാവും ഇതിനൊരു തടയിട്ടില്ലെങ്കിൽ. കൂടുതൽ ഒന്നും എനിക്ക് പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ വിലപ്പെട്ട ഒപ്പീനിയൻസ്? താഴെ ഒന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ശരി, ബൈ.